ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. B6 മോഡൽ ഡിയോ ആണ്. നമുക്കിപ്പോൾ സർവീസിന് കയറ്റിയാകുന്ന കിലോമീറ്റർ 18,284 കിലോമീറ്ററാണ്. 18,284. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കണ അവർക്ക് ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ സൗണ്ട് ചെറിയൊരു വ്യത്യാസം പറയുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടുകളൊന്നുമില്ല. പിന്നെ ഗ്രിപ്പ് പവർ മാറ്റണം, പിക്കപ്പ് ചെക്ക് ചെയ്യണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ആണ്. ആക്സിലേറ്റർ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ആക്സിലേറ്റർ തിരിച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. തിരിച്ച് റിട്ടേൺ പോകില്ല. നമ്മൾ തിരിച്ച് കൈ കൊണ്ട് തിരിച്ചാലാണ് റിട്ടേൺ പോകുള്ളൂ. അപ്പോൾ അത് കേബിൾ ടൈറ്റായിട്ട് തുടങ്ങിയേക്കണതാണ്. അത് B6 മോഡൽ വരുമ്പോൾ 2 കേബിൾ വരാം. B6 കേബിൾ വരുമ്പോഴത്തേക്ക് 2 കേബിൾ തന്നെ മാറ്റുമ്പോൾ 2 കേബിളും കൂടി മാറ്റിയിടണതാണ് നല്ലത്. ഇപ്പം തന്നെ നമുക്ക് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങടേക്ക് പോകുന്തോറും ആ ടൈറ്റ് കൂടുതലായിട്ടാണ് വരുള്ളൂ. അപ്പോൾ കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ പുറമെ വന്ന വർക്കാണ് ഈ ആക്സിലേറ്റർ കേബിൾ മാറ്റാമെന്ന് പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ബോഡി ഫുള്ളായിട്ട് അയക്കണം. ഫ്രണ്ടിലത്തെ ബോഡി ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് ആ കേബിൾ മാറാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് കേബിൾ വന്നത്. അപ്പോൾ ബോഡി കവറുകൾ ഫുള്ളായിട്ട് അഴിച്ചാലാണ് ആക്സിലേറ്റർ കേബിൾ മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയണത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. എന്തായാലും നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യുള്ളൂ കേട്ടോ. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയറാണ് കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. മിഷ്ലിൻ്റെ ടയറാണ് കിടക്കണം കേട്ടോ, നല്ല ടയറാണ്. പിന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കിടക്കണേ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിനകത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി നമ്മൾ കൂട്ടത്തിൽ നോക്കി വിടുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് ഓടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഒരുപാട് ലോങ് ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു എന്തായാലും അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ബുഷ് മാറ്റിയിടണം. അതിന് അത്യാവശ്യം ഫ്രീ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി കിടന്ന് ഓടുന്തോറും അത് മെറ്റൽ അടിച്ച് അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വന്ന ഒരു പാർട്സാണ് ഈ ആയിട്ട് കേട്ടോ. ഏകദേശം ഒരു 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുണ്ട്. അത് കൈയോടെ നമുക്ക് മാറ്റിക്കളയാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് യൂണിറ്റും ഫുള്ളായിട്ടൊന്ന് അഴിക്കുന്നുണ്ട്. അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ മാറേണ്ട ടൈമാണ്. നിസ്സാരം കൂടി ഉള്ളൂ. ഏകദേശം ഒരു 100 കിലോമീറ്റർ താഴെ നമുക്ക് ഓടാനുള്ളൂ. അപ്പോൾ ഓയിൽ ഞാൻ അഴിച്ചിട്ടുണ്ട്. ഓയിൽ കൂട്ടത്തിൽ മാറ്റി വിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. വലിയ പഴക്കമായിട്ടില്ല. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ വേണം നമുക്ക് പ്ലഗും കൂടി മാറ്റിയിടാനായിട്ട്. പിന്നെ ബാറ്ററിയൊക്കെ നമുക്ക് ഇത് ഇരിക്കുന്ന പുതിയ ബാറ്ററിയാണ്, 2025 ബാറ്ററിയാണ്. അപ്പോൾ അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് റീസെറ്റ് ആക്കും. വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ആക്ഷനും വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണം, വലിയ പഴക്കമൊന്നായിട്ടില്ല. അപ്പം തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് വരും. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ്, ഓറിങ്, ക്ലച്ചിൽ വരുന്ന ഈ പീസർ സ്ലൈഡ് എന്ന് പറഞ്ഞ യൂണിറ്റ്, ആക്സിലേറ്ററിൻ്റെ 2 കേബിളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യുള്ളൂ. പിന്നെ മറ്റേ ആ ഗ്രിപ്പിൻ്റെ കവർ, ഇത്രയായിട്ടാണ് മെയിനായിട്ട് വന്നത് കേട്ടോ. ബാക്കിയിട്ട് നമ്മളതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തു. വേറെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ ഇൻഡിക്കേറ്റർ, ഹോൺ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ നിലവിലില്ല. അത് മിക്കവാറും ചിലപ്പോൾ പിടിപ്പിക്കാത്തതായിരിക്കാം. അപ്പോൾ അതിൻ്റെ കേസ് എന്തെങ്കിലുമുണ്ട്. ബസർ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ സൗണ്ട് എന്തെങ്കിലും പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ടുകഴിയുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് വിളിക്കുക. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.